പൊങ്ങിൻചുവട് കോളനിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് എ.ടി. അജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. എറണാകുളം ജില്ലയിലെ ഏക ഗിരിവർഗ കോളനിയായ പൊങ്ങിൻചുവടിന്റെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കാൻ തീരുമാനം. വേങ്ങൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ കോളനിയിൽ ആകെ 120 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വീടുകളുടെ നവീകരണം, കാട്ടാന ശല്യം തടയൽ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും 150 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കൽ എന്നിങ്ങനെ സമഗ്ര വികസന പദ്ധതിയാണ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുക. കഴിഞ്ഞ ദിവസം കോളനി നിവാസികൾ തങ്ങളുടെ ആവശ്യവുമായി ബ്ലോക്ക് ഓഫീസിലെത്തിയിരുന്നു. തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റ് എ.ടി. അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കോളനി സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അടങ്ങുന്ന സംഘവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അങ്കണവാടിയുടെ നവീകരണം, റോഡുകളുടെ നിർമ്മാണം, ഓപ്പൺ സ്റ്റേജ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ തുക വകയിരുത്തി മുന്നോട്ടു പോകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ്, കൂവപ്പടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അനു അംബരീഷ്, വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് സെക്രട്ടറി സജി പീറ്റർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു ബേബി, ശിശുക്ഷേമ ഓഫീസർ CH സുഹറ, KN ബിനു, ബേബി മോൾ, AR രാഹുൽ തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. പൊങ്ങൻചുവട് ആദിവാസി സങ്കേതത്തിൽ സമഗ്ര വികസനത്തിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊങ്ങൻചുവട് സന്ദർശിച്ചത്. അതിന് അവിടെയുള്ള ഊരുമൂപ്പനടക്കമുള്ള ആളുകളെ വിളിച്ചു ചേർക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിർദ്ദേശമായി സ്വീകരിക്കുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവർ ആവശ്യപ്പെട്ടത് ഫെൻസിംഗ് ആണ്. ആനശല്യം രൂക്ഷമായതിനെ തുടർന്ന് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഫെൻസിങ്ങിന് വേണ്ട നടപടികൾ ഞങ്ങൾ സർക്കാരിലേക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിനുള്ള ശക്തമായ സമ്മർദ്ദം MLA MP വഴിയെല്ലാം ഞങ്ങൾ ചെലുത്തുകയും ചെയ്യും. അതിനുശേഷം അവർക്ക് പറഞ്ഞത് ഒട്ടേറെ വീടുകൾ ആന നശിപ്പിച്ച വീടുകളുണ്ട്, ആ വീട് മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക് കളിക്കുന്നതിനൊരു കളിസ്ഥലം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ പരിപാടികൾ, ഊരുകൂട്ടം പോലുള്ള പരിപാടികൾ നടത്തുന്നതിനുള്ള ഒരു ഓപ്പൺ സ്റ്റേജും ഒരു ഗ്രൗണ്ട് നവീകരണവും അവർ ആവശ്യപ്പെട്ടു. ഒട്ടേറെ ആവശ്യങ്ങൾ അവർ നമുക്ക് മുന്നിൽ ഉന്നയിച്ചു. അവിടെ നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ടപ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു വിഷയമാണെന്ന് നമുക്ക് മനസ്സിലായത്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.